അങ്ങനെ ഒന്നാം ഖണ്ഡം കഴിഞ്ഞു. ഈ മന്ത്രങ്ങൾ 8 വളരെ ശ്രദ്ധയോടുകൂടി ശിഷ്യൻ കേട്ടു. ഗുരുവും ശിഷ്യനും പരസ്പരം കാണുന്നുണ്ട്. അപ്പോൾ ശിഷ്യൻ്റെ മുഖത്തേക്ക് ഗുരു നോക്കിയിട്ടുണ്ടാവും. മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നല്ലപോലെ മനസ്സിലാക്കി എന്നൊരു ഭാവം അവിടെ മുഖത്തുണ്ട്. അതാണ് പോയി. ഈ 8 മന്ത്രം കേട്ടപ്പോൾ നമുക്കൊക്കെ തോന്നുന്നത് എന്താ? ഞാൻ ആത്മാവിനെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കി. എന്താ ആത്മാവ്? ബ്രഹ്മമാണ് ആത്മാവ്. ആത്മാച്ച ബ്രഹ്മ. ആത്മാവ് ബ്രഹ്മം തന്നെയാണ്. അപ്പം എനിക്ക് ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ട കഴിവില്ല. പക്ഷേ ആത്മാവ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ആത്മാവ് തന്നെയാണ് ബ്രഹ്മമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ അറിഞ്ഞിരിക്കുന്നു? ഗുരുപദേശത്താൽ അറിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ അറിയാൻ ബാക്കിയുള്ള? 5 പ്രാവശ്യം പറഞ്ഞു തന്നില്ല. ഇത്രക്കൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? പറയട്ടെ, അദ്ദേഹത്തിന് താല്പര്യം പറഞ്ഞു തീരട്ടെ അല്ലേ? എനിക്ക് 1ാമത്തെ മന്ത്രം കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. യത് വാച അനഭ്യുദിതം യേന വാഗഭ്യുദ്യതേ തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതയെന്ന് മൂപ്പര് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് സംഗതി. പിന്നെ കൂടുതൽ പഠിക്കണം വെച്ചാൽ പറഞ്ഞോട്ടെ എന്ന മട്ടിലൊക്കെയാണ് ശിഷ്യൻ. അങ്ങനെയൊന്നുമില്ല, എന്നാലും അങ്ങനെ ഒരു ഭാവമുണ്ടല്ലോ. എന്ത്? ഞാൻ അസലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊരു ഭാവത്തിലായിരിക്കുന്നത്. അത് ഗുരുനാഥന് മനസ്സിലായി. അപ്പോൾ ഗുരുനാഥൻ പറയുകയാണ്, യദി മന്യസേ സുവേദേതി ദഹരമേവാപി നൂനം ത്വം വേത്ഥ ബ്രഹ്മണോ രൂപം യദസ്യ ത്വം യദസ്യ ദേവേഷ്വധനുമീമാംസ്യമേവ തേ മന്യേ വിദിതം. യദി മന്യസേ സുവേദേതി ദഹരമേവാപി നൂനം ത്വം വേത്ഥ ബ്രഹ്മണോ രൂപം യദസ്യ ത്വം യദസ്യ ദേവേഷ്വധനു മീമാംസ്യമേവ തേ മന്യേ വിദിതം. അപ്പം ഞാൻ നല്ലോണം മനസ്സിലാക്കി എന്നുള്ള ഭാവത്തിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഗുരു പറയുകയാണ്, യദി മന്യസേ സുവേദ ഇതി, നല്ലപോലെ മനസ്സിലാക്കി എന്നാണോ നീ വിചാരിക്കണത്? എങ്കിൽ ദഹരമേവാപി നൂനം ത്വം വേത്ഥ, നീ വളരെ കുറച്ചേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ നീ നല്ലപോലെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നുണ്ടോ? യദി മന്യസേ സുവേദ ഇതി യദി മന്യസേ സുവേദ സുഷ്ടുവേദ അഹം, നല്ല പോലെ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. എന്ത്? ഗുരുനാഥൻ്റെ കൃപ കൊണ്ട്, ഗുരുനാഥൻ ഉപദേശിച്ചപ്പോൾ ഞാൻ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതി മന്യസേ യതി, അങ്ങനെ നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ നൂനം, യാതൊരു സംശയവുമില്ല, ദഹരമേവ ത്വം വേത്ത, കുറച്ചേ നീ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇത് വല്ലാത്തൊരു വാക്കായി, കുറച്ചേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നുള്ളത്. ഒരു വസ്തുവിന് എന്തെങ്കിലും ഒരു മാനം, നീളം, വീതി, ഉയരം, കനം എന്നൊക്കെ പറയാവുന്ന ഏതെങ്കിലും ഒരു മാനമുണ്ടെങ്കിൽ ഞാൻ കുറച്ചേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാ. ഇപ്പോൾ 1 മീറ്ററുള്ള വസ്തു ഞാൻ ഒരു 10 സെൻറ്റിമീറ്ററേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാ. എന്നാൽ ഇവിടെ അഖണ്ഡമായിരിക്കുന്ന സത്യത്തെ കുറച്ചേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഒരു വസ്തു മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഒരു കിണർ അല്ലെങ്കിൽ ഒരു ജലാശയം, അതിൻ്റെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ചാടണം. അപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ 1/4 ഭാഗം ചാടും, മറ്റൊരാൾ പറയുന്നു ഞാൻ 1/2 ചാടും, മറ്റേയാൾ പറയുന്നു ഞാൻ 3/4 ചാടും. ആരും ചാടി കിടക്കില്ല, വെള്ളത്തിലാ വീഴുക അല്ലേ? അവിടെ 1/4 ചാടിയവനും 1/2 ചാടിയവനും 3/4 ചാടിയവനും ഒരു കേമത്തോ ഇല്ല, ഒക്കെ വെള്ളത്തിൻ്റെ ഉള്ളിൽ ചാവും. അപ്പോൾ ഞാൻ കുറേ ചാടും കിട്ടുമോ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നീയും വെള്ളത്തിൽ തന്നെ അല്ലേ? അത് തന്നെയാണ്. അപ്പം അഖണ്ഡമായിരിക്കുന്ന സത്യത്തെ സംബന്ധിച്ച് നീ അല്പമേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. നിനക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് കുറച്ചൊരു കടന്ന കൈയല്ലേ? കാരണം നല്ല പോലെ മനസ്സിലാക്കി എന്നാണ് ശിഷ്യൻ വിചാരിക്കുന്നതെങ്കിൽ ഗുരുവിന് സന്തോഷിക്കല്ലേ വേണ്ടത്. കാരണം ഗുരു എന്തിനാ ഉപദേശിക്കുന്നത്? ശിഷ്യൻ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗുരു ഉപദേശിക്കുന്നത്. ശിഷ്യൻ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗുരു ഉപദേശിക്കുന്നത്. അപ്പോൾ ശിഷ്യൻ നല്ലപോലെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഏത് ഗുരുവാണെങ്കിലും സന്തോഷം ഉണ്ടാവുക അല്ലേ? ഒരു പാഠം പഠിപ്പിച്ചിട്ട് പിറ്റേന്ന് ഒക്കെ നല്ലോണം മനസ്സിലായിട്ടില്ലേ, നല്ലോണം മനസ്സിലായി എന്ന് പറഞ്ഞാൽ അധ്യാപകന് അത് സന്തോഷമാണ്. എന്നാൽ ഇവിടെ എന്തൊരു അധ്യാപകനത്? അദ്ദേഹം പറയുകയാണ് നീ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു വസ്തുവും മനസ്സിലായിട്ടില്ല. എന്താ അതിൻ്റെ താല്പര്യം? ഏതെങ്കിലും ഒന്നിന് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയമുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ആയി എന്ന് പറയാം. നല്ലപോലെ മനസ്സിലാക്കി, ഞാൻ നല്ലപോലെ അതിനെ രുചിച്ചു, അല്ലെങ്കിൽ നല്ലപോലെ മണത്തു, നല്ലപോലെ സ്പർശിച്ചു, നല്ലപോലെ കണ്ടു, നല്ലപോലെ കേട്ടു എന്നൊക്കെ പറയാം. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളില്ലാത്ത അവിഷയമായ സത്യത്തെ എങ്ങനെയാണ് നല്ലപോലെ മനസ്സിലാക്കുക? അസാധ്യമാണ്. അപ്പം അഥവാ നീ അങ്ങനെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നീ കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ വേറെന്തോ ഒരു തകരാറുണ്ട്. എന്താണ് തകരാറെന്നാൽ ചിലപ്പോൾ നീ ഈ സത്യത്തെ ദേവതോപാധികളിലോ മറ്റോ ആയിരിക്കാം മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഉപാസ്യമായി നേതം യതിതം ഉപാസതയെന്ന് 5-6 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ദേവോപാധിയിലോ അങ്ങനെ വല്ലതും ആയിരിക്കാം നീ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടായിരിക്കും നീ മനസ്സിലായിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഹേ ശിഷ്യ, എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. എന്താണ്? ബ്രഹ്മണ രൂപം ദേവേഷു അധനു സുവേദ ഇതി മന്യസേ. ദേവാദിയോനികളിൽ നീ ഇത് നല്ലതുപോലെ മനസ്സിലാക്കിയെന്നാണോ വിചാരിക്കുന്നത്? എങ്കിലും നിന്നോടൊന്നേ പറയാനുള്ളൂ. ഇനി അങ്ങനെയല്ല, എങ്ങനെയോ ആവട്ടെ, നീ നല്ലപോലെ മനസ്സിലാക്കിയെന്നാണോ വിചാരിക്കുന്നത്? എങ്കിലും എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ. എന്താണത്? നോ, ശ്രദ്ധിച്ചോളൂ, ഇരിക്കട്ടെ. അഥ അനന്തരം തേ, നിനക്ക് മീമാംസ്യമേവ, ഇനിയും മീമാംസ്യമാണ്. മീമാംസ്യം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും മനനം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഇനിയും നിനക്ക് നല്ലതുപോലെ വിചാരം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അതായത് നിനക്ക് ആശയവ്യക്തത വന്നിട്ടില്ല. ആശയവ്യക്തത വരാത്തത് കൊണ്ടാണ് നല്ലപോലെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴും നീ എന്തോ വിഷയമായിട്ടാണ് ബ്രഹ്മത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പോയിരുന്ന് ഒറ്റയ്ക്ക് വിചാരം ചെയ്തിട്ട് വരൂ. അപ്പം ഇങ്ങനെ ഗുരുനാഥൻ പറഞ്ഞാൽ പിന്നെ ശിഷ്യൻ എന്താ ചെയ്യേണ്ടത്? അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാൻ പാടുണ്ടോ? ഗുരുനാഥൻ ശിഷ്യനോട് പറഞ്ഞു, ഇരിക്കൂ പറഞ്ഞു. അപ്പം ശിഷ്യൻ എന്താ ചെയ്യേണ്ടത്?
അയ്യോ ബഹുമാനം കൊണ്ട് എണീറ്റ് നിൽക്കുകയാണ്, അത് ഗുരുനാഥനെ അവമാനിക്കുകയാണ്. ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരിക്കണം. പറയുമെന്ന് പറഞ്ഞാൽ അറിയുന്ന വെച്ചാൽ പറയണം, അറിയില്ല വെച്ചാൽ അറിയില്ല എന്ന് പറയാമല്ലോ. എനിക്കത് അറിയില്ല എന്ന് പറയാം. അതാണ് വ്യവഹാരം, അങ്ങനെയാണ് വേണ്ടത്, അതാണ് സമ്പ്രദായം. നമ്മൾ പലപ്പോഴും ഇത് ഇരിക്കുമോ പറഞ്ഞാലും കാരണവന്മാർ ഇരിക്കുമെന്ന് പറഞ്ഞാലും ഇരിക്കാണ്ട് നിൽക്കും. പലപ്പോഴും കാരണവർക്കും അറിയില്ല അത് കാരണവരെ അവമാനിക്കുകയാണ്. മൂപ്പരതൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടോ, അവൻ എൻ്റെ മുമ്പിൽ ഇരിക്കില്ല കേട്ടോ, പറയാണ്ടിരിക്കുകയും ചെയ്യരുത് കേട്ടോ. ഇനി അതും വേണമല്ലോ. ഇത് ഇപ്പോൾ കാരണവരുടെ അടുത്ത് പോയി പറയാണ്ട് കാലിൻ്റെ മുകളിൽ കാലം വെച്ച് ഇരിക്കുക, അതൊരു സുഖമില്ല ഉണ്ടോ? അതില്ല. അച്ഛൻ്റെ മുമ്പ് പോയി നേരാണ്ട് ഇരിക്കുക, അതൊരു സുഖമില്ല. അച്ഛൻ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അപ്പം ഇരിക്കണം, അവിടെ ബഹുമാനം കാണിച്ച് നിൽക്കരുത്. അതുപോലെ തന്നെ അമ്മ അല്ലേ, അമ്മേനെ മുമ്പ് പോയി ഉടനെ ചാടിയിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അമ്മയായിട്ടുള്ള വ്യവഹാരത്തിലൊരു അനന്യത്വം ഉണ്ട്, അത് വേറെ വിഷയം. അത് എല്ലാ വിഷയങ്ങളിലും ഉണ്ട്. ഗുരുവായിട്ടും അനന്യത്വമുണ്ട്, അച്ഛനുമായിട്ടും അനന്യത്വമുണ്ട്, അത് വേറെ. അത് വ്യാവഹാരികമായൊരു തലമല്ല പറയണത്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെയാണ് സമ്പ്രദായം എന്നുള്ളത്. അപ്പോൾ നീ പോയിട്ട് വിചാരം ചെയ്ത് വരുമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കരുത്. അപ്പം പോണം, പിന്നത്തേക്ക് വെക്കില്ല. അങ്ങനെ ശിഷ്യൻ പോയി, ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, നമ്മൾ ഊഹിക്കുകയാണ്. അങ്ങനെ ശിഷ്യൻ എവിടെയോ പോയി, എവിടെയാണെന്ന് നമുക്കറിയില്ല. ഏതോ ഏകാന്തത്തിൽ പോയി ഇരുന്നിട്ടുണ്ടാവണം, ജനസമ്പാദമൊന്നും ഇല്ലാത്ത ഒരിടത്ത്, ഒറ്റയ്ക്ക് വിചാരം ചെയ്യാൻ സാധിക്കുന്ന ഒരിടത്ത്. കാരണം വിഭവം മുഴുവൻ ഉള്ളിലുണ്ട്. എന്താ വിഭവം? എൻ മനസാന മനുദേയനാഹുർമനോമതം, അത് അങ്ങനെ അങ്ങനെ എല്ലാ മന്ത്രങ്ങളും അത് തന്നെയാണ്, ഇത് തന്നെയാണ്. ഇനി അതിനാലംബമായിട്ടുള്ളത് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചക്ഷുർ ഗച്ഛതി നവാഗ് ഗച്ഛതി നോ മനോ ന വിദ്മോ ന വിജാനീമോ യഥൈതത് അനുശിഷ്യാത്. എന്നിട്ടാണ് മുഖ്യമായ ആഗമം കിട്ടിയിട്ടുള്ളത്. അന്യദേവ തദ്വിദിതാത് അഥോ അവിദിതാത് അധി. ഇത് മതി ഏറ്റവും. ഇതും കൊണ്ടുപോയാൽ മതി. ഇതും കൊണ്ടുപോയി ഏകാന്തത്തിൽ പോയിട്ട് ഇരുന്ന് വിചാരം ചെയ്തു. അങ്ങനെ വിചാരം ചെയ്തിട്ട് തെളിഞ്ഞിട്ട് ഗുരുനാഥൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ വരവൊന്ന് സങ്കല്പിച്ചു നോക്കൂ. മന്യേ വിദിതം, അറിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശിഷ്യൻ പറയുക, മന്യേ ഞാൻ മനസ്സിലാക്കുന്നു. എന്ത്? വിദിതം, അറിഞ്ഞു. അവിടെ ഇപ്പം എന്താ ഉണ്ടായത്? എന്താ ഇപ്പം ഉണ്ടായത്? വിചാരം ചെയ്തിട്ട് മന്യേ സുവിദിതം ആയിരുന്നു നേരത്തെ. പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പറഞ്ഞില്ലെങ്കിലും ഗുരു പറഞ്ഞാൽ പറഞ്ഞ തന്നെയാണല്ലോ. മന്യേ സുവിദിതം എന്നായിരുന്നു നേരത്തെ, ഞാൻ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നായിരുന്നു നേരത്തെ വിചാരിച്ചത്. ഇപ്പോൾ പോയി തപസ്സൊക്കെ ചെയ്ത് വന്നപ്പോൾ പറഞ്ഞു മന്യേ വിദിതം. ഈ ഡാൻസ് പഠിക്കാൻ പോണ കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി. പഠിച്ചു തുടങ്ങണ കുട്ടികളെ ഒരാഴ്ചയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഈ കുട്ടി ഡാൻസ് പഠിക്കുന്നുണ്ടല്ലോ. കാരണം നടക്കുമ്പോൾ കൈകൊണ്ട് കാണിച്ച് കാലുകൊണ്ട് കാണിച്ച് അങ്ങനെ അല്ലേ? അതെ. ഒരു ഉപസ്ഥിതി വന്നാലോ ഒന്നും അറിയില്ല. ഈ അഭ്യാസങ്ങൾ പഠിച്ചു തുടങ്ങണവർ അത് ബഹുരസമാണ്. അത് ഏത് അഭ്യാസമായാലും കൊള്ളാം. ഇവിടെയും കളരി ഉണ്ട് കേട്ടോ. അപ്പോൾ അഭ്യാസം പഠിച്ച് തുടങ്ങണ ഘട്ടത്തിലുള്ള കുട്ടികൾ അവിടെ നിന്ന് അടിച്ച് ഇവിടെ നിന്ന് അടിച്ച് ഒന്ന് കാണിച്ച് ഒന്ന് ഞാൻ എന്തൊക്കെ അങ്ങനെയാണ് നടക്കുക. പക്ഷേ ഉപസ്ഥിതി വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവില്ല. ഉപസ്ഥിതി വന്നാൽ ഒരാൾക്കും മനസ്സിലാവില്ല. ഇതുപോലെയല്ല, വേദാന്തം പഠിച്ചു തുടങ്ങിയാൽ എല്ലാവരും തർക്കിക്കാനും ഉപദേശിക്കാനും ഇതൊന്നും അല്ല കേട്ടോ. നീ കല്ലിനെ വെച്ച് പൂജിക്കണമെന്നും അല്ല ദൈവം. നേതം വ്യതിതം ഉപാസത അല്ലേ? അപ്പോൾ ഇവൻ ഇത് പറയുമ്പോൾ ഗുരു ഉണ്ടാവും, അപ്പുറത്തെ തൊഴുത് നിൽക്കുന്നുണ്ടാവും. അതോ അയാൾക്ക് ഉപദേശിക്കണമെന്നേ ഉള്ളൂ. ഉപദേശിക്കുകയൊക്കെ ചെയ്താലും മൂപ്പർക്ക് അത്രയും വിവരം ഉള്ളൂ. ഇതൊക്കെയാണ് പഠിച്ചു തുടങ്ങുമ്പോൾ തോന്നുന്നത്. പിന്നെ ഉപസ്ഥിതി വന്നാൽ മനസ്സിലാവും ഇതെന്താ ഏതാ എന്നൊക്കെ. എല്ലാം അങ്ങനെ തന്നെയാണ്. പണ്ടൊരു വലിയ അഭ്യാസിയായിരിക്കുന്ന രാജാവിൻ്റെ അടുത്ത്
ഒരാൾ ശിഷ്യനായി ചേർന്നു. അങ്ങനെ 6 മാസം പഠിപ്പിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു, എത്ര ആൾക്കാർ വന്നാൽ നീ ഒറ്റയ്ക്ക് എതിരിടും? 100 ആൾ വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് അവരെ മുഴുവൻ പരാജയപ്പെടുത്തും. നന്നായി, മിടുക്കൻ. പക്ഷെ എൻ്റെ ശിഷ്യൻ പഠിച്ചത് പോരാ, ഒരു 6 മാസം കൂടി. ഇപ്പോഴോ ഒരു 50 പേര് വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് എതിരിടും. ഒരു 6 മാസം കൂടി പഠിച്ചു. ഇപ്പോഴോ ഒരു 10 പേര് വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് അവരെ മുഴുവൻ പരാജയപ്പെടുത്തും. പോരാ. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ 2 പേര് വന്നാൽ ഞാൻ അവരെ പരാജയപ്പെടുത്തും. പോരാ. പിന്നെ ഒരു കൊല്ലം പഠിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരാൾ വന്നാൽ നോക്കാം, പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ല, ഒന്ന് പരിശ്രമിക്കാം, മതി, പാഠം നിർത്തിക്കോളൂ, അടുത്ത ആഴ്ച ഇത്ര മണിക്ക് പരീക്ഷയ്ക്ക് വരിക. പറഞ്ഞ സമയത്തിന് എത്തുകയാണ്. എത്തുമ്പോൾ കോട്ടവാതിൽ അടച്ചിട്ടുണ്ട്. ഉടനെ ഓടി മറ്റേ ഭാഗത്തെ വാതിലെടുത്ത് അവിടെ അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടോ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. കോട്ടമതിലെടുത്ത് ചാടി താഴെ കുന്തം ഉയർത്തി വെച്ചിട്ടുണ്ട്, അതിലാണ് തുളഞ്ഞു കയറുക. ഉടനെ ആകാശത്തൊരു മലക്കം മറിഞ്ഞ് നേരെ ഗുരുനാഥൻ്റെ അടുത്ത് പോയി അർദ്ധരാജ്യവും സ്വപുത്രിയും എല്ലാം. ഇതൊരു ഐതിഹ്യമല്ലേ? ഐതിഹ്യമാണ്, ഐതിഹ്യം തന്നെയാണ്. പക്ഷെ ഇത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഉപദേശം കേട്ട മാത്രയിൽ ഞാൻ സുവേദാന്ന് മനസ്സിലാക്കി. മനനം ചെയ്ത് വന്നപ്പോൾ എന്താ പറഞ്ഞത്? വേദ. അവിടെ സു പോയി, നല്ലപോലെ മനസ്സിലാക്കി എന്നുള്ളത് പോയി. മന്യേ വിദിത, മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ, യദി കദാചിത് മന്യസേ സുവേദ ഇതി അല്ല, അത് പദഭാഷ്യ. യദി മന്യസേ സുവേദ അഹം ബ്രഹ്മ ഇതി ത്വം തതഃ അല്പമേവ ബ്രഹ്മണഃ രൂപം വേത്ഥ ത്വം ഇതി നൂനം നിശ്ചിതം മന്യതേ ഇതി ആചാര്യഃ. സാ പുനർവിചാലന കിമർത്ഥ ഇത്യുച്യതേ പൂർവഗൃഹീതവസ്തുനി ബുദ്ധേഃ സ്ഥിരതായൈ. ദേവേഷ്വപി സുവേദ അഹമിതി മന്യതേ യഹ സഹ അപി അസ്യ ബ്രഹ്മണഃ രൂപം ദഹരമേവ വേത്ത ഇതി നൂനം കസ്മാത് അവിഷയത്വാത് കസ്യചിത് ബ്രഹ്മണഃ അഥവാ അല്പമേവ അസ്യ ആധ്യാത്മികം മനുഷ്യേഷു ദേവേഷു ച ആദിദൈവികം അസ്യ ബ്രഹ്മണഃ യദ്രൂപം തദിതി സംബന്ധഃ അഥ നു ഇതി ഹേതു മീമാംസായാഃ. യസ്മാത് ദഹരമേവ സുവിദിതം ബ്രഹ്മണഃ രൂപം അന്യദേവ തദ് വിദിതാത് ഇതി ഉക്തത്വാത്. സുവേദ ഇതി ച മന്യസേ അതഃ അല്പമേവ വേത്തത്വം ബ്രഹ്മണഃ രൂപം യസ്മാത് അഥനു തസ്മാത് മീമാംസ്യം ഏവ അദ്യ അപി തേ തവ ബ്രഹ്മ വിചാര്യമേവ യാവത് വിദിതാവിദിത പ്രതിഷേധ ആഗമാർത്ഥാനുഭവഃ ഇത്യർത്ഥഃ. മന്യേ വിദിതമിതി ശിഷ്യസ്യ മീമാംസ അനന്തരോക്തിഃ പ്രത്യയത്രയ സംഗതേഃ. സമ്യക് വസ്തു നിശ്ചയായ വിചാലിതഃ ശിഷ്യഃ ആചാര്യേണ മീമാംസ്യമേവ ഇതി ച ഉക്തേ ഏകാന്തേ സമാഹിതോ ഭൂത്വാ വിചാര്യ യഥോക്തം സുപരിനിശ്ചിതഃ സൻ ആഹ ആഗമാചാര്യ ആത്മാനുഭവ പ്രത്യയത്രയസ്യ ഏകവിഷയത്വേന സംഗത്യർത്ഥം. ഏവം ഹി സുപരിനിഷ്ഠിത വിദ്യ സഫല സ്യാത് ന അനിശ്ചിത ഇതി ന്യായഃ പ്രദർശിതഃ ഭവതി. മന്യേ വിദിതമിതി പരിനിഷ്ഠിത നിശ്ചിത വിജ്ഞാന പ്രതിജ്ഞാ ഹേതുക്തേഃ.
യദി മന്യസേ സുവേദ ഇതി ശിഷ്യബുദ്ധി വിചാലന ഗൃഹീതസ്ഥിരതായൈ വിദിത അവിദിതാഭ്യാം നിവർത്തിയ ബുദ്ധിം ശിഷ്യസ്യ സ്വാത്മനി അവസ്ഥാപ്യ തദേവ ബ്രഹ്മത്വം വിദ്ധി ഇതി സ്വരാജ്യേ അഭിഷിച്യ ഉപാസ്യ പ്രതിഷേധേന അഥ അസ്യ ബുദ്ധിം വിചാലയതി. അപ്പോൾ യതി മന്യസേ സുവേദേതി എന്നാണ് ചോദിക്കുന്നത്. നീ നല്ല പോലെ മനസ്സിലാക്കിയെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ, നീ നല്ലതുപോലെ മനസ്സിലാക്കിയെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ എന്നാണ്. എങ്കിൽ ഒരു വസ്തു മനസ്സിലാക്കിയിട്ടില്ല. അഥവാ ഗുരുനാഥൻ്റെ അതേ വാക്ക് പറഞ്ഞാൽ നീ അല്പമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? ശിഷ്യബുദ്ധി വിചാലന, ശിഷ്യബുദ്ധിയെ ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പം ശിഷ്യബുദ്ധിയെ ഉറപ്പിക്കുകയല്ലേ വേണ്ടത്, ഇളക്കുകയാണോ വേണ്ടത്? ഇത് ചിന്തിക്കേണ്ടതാണ്. തൂണ നിഖനന ന്യായം എന്ന് പറയും. തൂണ് നമ്മൾ കുഴിച്ചിടുന്ന ന്യായമുണ്ട്. പന്തൽ തുടങ്ങിയവ ഇടുന്ന സമയത്ത് ആദ്യം ചെറുതായിട്ടൊന്ന് ഭൂമി കുഴിക്കും. എന്നിട്ട് നമ്മൾ എന്താണോ മരത്തിൻ്റെ കമ്പ് തൂണാക്കി കുഴിച്ചിടാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അറ്റം നല്ലപോലെ കൂർപ്പിക്കും. എന്നിട്ട് ആഞ്ഞു കുത്തും, ഉറച്ചു. എന്നിട്ടത് ഇളക്കും, ആട്ടി 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 ഇളക്കും. എന്നിട്ട് ഒന്നും കൂടി കുത്തുമ്പോൾ അതൊന്നും കൂടി അകത്തേക്ക് പോകും. പിന്നെ ആട്ടി 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 ഇളക്കിയിട്ട് വീണ്ടും കുത്തും. അങ്ങനെ ഒരു 4-5 കുത്തുമ്പോൾ മാക്സിമം ബലത്തിൽ അവിടെ ഇറങ്ങി ഉറച്ചു. ഇങ്ങനെയാണ് നമ്മളൊക്കെ പന്തലിനൊക്കെ തൂണ് കുഴിച്ചിടുമ്പോൾ ചെയ്യാറ്. ചിലരിപ്പോൾ അങ്ങനെ ചെയ്യില്ല. ആഴത്തിൽ കുഴിക്കാനുള്ള സംവിധാനങ്ങൾ വന്നതോടുകൂടി പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ആഴത്തിൽ കുഴിക്കാനുള്ള സംവിധാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലേ? അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. മുമ്പ് ഇങ്ങനെയാണ് ചെയ്യുക. ഇതേപോലെയാണ് ഈ അധ്യയന വിഷയത്തിൽ ഉറപ്പിച്ച് ഇളക്കി. അപ്പോൾ ഗുരുനാഥൻ വീണ്ടും അതിന് എതിർചോദ്യം ചോദിക്കുമ്പോൾ വീണ്ടും നമുക്കൊരിളക്കം വരും. അങ്ങനെ അല്ലാന്നുണ്ടോ? അപ്പോൾ വീണ്ടും ഉറപ്പിക്കും. പിന്നെയും വേറൊരു എതിർചോദ്യം ചോദിക്കുമ്പോൾ. അങ്ങനെയാണ് അധ്യാപന രീതി. അപ്പോൾ ഇവിടെ എന്തിനാണ് ശിഷ്യബുദ്ധിയെ വിചലിപ്പിക്കുന്നത് എന്നാണെങ്കിൽ ഗൃഹീത സ്ഥിരതായൈ, ഗ്രഹിക്കപ്പെട്ട അറിവിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. വിദിതാവിദിതാഭ്യാം നിവർത്തി. അപ്പോൾ വിദിതാവിദിതാഭ്യാം അന്യത്വം പറഞ്ഞു നേരത്തെ. അന്യദേവ തദ് വിദിതാത് അഥോ അവിദിതാത് അധി എന്ന് പറഞ്ഞു. അപ്പോൾ അറിയപ്പെട്ടതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും അന്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അറിയപ്പെട്ടതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും അന്യമാണെന്ന് ബുദ്ധിതലത്തിൽ പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഇപ്പോഴും അറിയപ്പെട്ടതിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നതെങ്കിലോ, അറിയപ്പെട്ടത് ശരീരം തുടങ്ങിയ ഉപാധികളുമായി ബന്ധപ്പെട്ട്. ഇപ്പം ഞാൻ തന്നെയാണ് ബ്രഹ്മമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെയും തോന്നാലോ. ശരീരാദി ഉപാധികളുമായി ബന്ധപ്പെട്ട് ഈ ഞാൻ തന്നെയാണ് ബ്രഹ്മെന്ന് തോന്നാം. അങ്ങനെ തോന്നിക്കൂടാന്ന് പറയാൻ വയ്യ. ഇനി ദേവാദിയോനിയിൽ ദേവന്മാരിൽ ഉപാസ്യ ദേവതകളിലൊക്കെ ഇതന്നെ ബ്രഹ്മം.
എന്ന് തോന്നാം. പൂജാതി വിഷയത്തിൽ നമ്മൾ പൂജ്യത്വം ആരോപിക്കുന്ന സമയത്ത് ഏതാണോ ഉപാസ്യമൂർത്തി ആ മൂർത്തി തന്നെ ബ്രഹ്മമെന്ന് നമ്മൾ അധ്യാരോപിക്കാറുണ്ട്. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ, നീ തന്നെയാകുന്നു പ്രത്യക്ഷമായ ബ്രഹ്മമെന്ന് മൂർത്തിയിൽ അധ്യാരോപണം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ദേവാദിയോനിയിലോ മറ്റോ നീ ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ എങ്കിലും അത് ഉപദേശത്തിന് വിരുദ്ധ. കാരണം അവിദിതത്തിൽ നിന്നും അന്യമാണ്, വിദിതത്തിൽ നിന്നും അന്യമാണ്. ഇത്ര മനോഹരം എന്ന് പറഞ്ഞാൽ ഇതിൽ പരം മനോഹരമായി സങ്കല്പിക്കാൻ വയ്യാത്ത വിധമാണ് നല്ല പ്രഗത്ഭന്മാരായ ഈ കളമെഴുത്ത് പാട്ട് കലാകാരന്മാർ ദേവതാരൂപം നിർമ്മിക്കുന്നത്. എന്തൊരു, ഞാൻ ആദ്യം വിചാരിച്ചത് അവർ വരച്ചിട്ട് കളറിടുക എന്നൊക്കെയായിരുന്നു. ഒരു വരയില്ല, കൈ ഇങ്ങനെ മൂവി കാണാം. 5 പൊടികൾ, വെള്ള, മഞ്ഞ, പച്ച, ചുമപ്പ്, കറുപ്പ്, പഞ്ചഭൂതങ്ങളാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ പഞ്ചഭൂതാത്മകമായ ശരീരം ഉണ്ടാക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് സംഗതി കഴിയും. ജീവൻ തുടിക്കും. ചില ഭദ്രകാളി അല്ലെങ്കിൽ ചില വേട്ടയ്ക്കൊരു മകൻ ജീവനങ്ങളുള്ള മൂർത്തിയാണ്. എന്തൊരു സന്തോഷമാണ്. ഇത് ഫ്രെയിം ചെയ്ത് അവിടെ തന്നെ വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു കാലത്ത് ഇത് പോവാത്ത ജാതി അവിടെ വെക്കണം എന്നാണ്. അപ്പോഴാ കുറച്ച് കഴിഞ്ഞ് ചവിട്ടി അങ്ങോട്ട് നോക്കണത്. വല്ലാത്തൊരു കാഴ്ചയാണ്. എന്നാൽ അപ്പോൾ ഇത് വേണ്ടാന്ന് ഉത്തരവ് ഓർക്കാൻ പറ്റുമോ? അതില്ല. അതാണ് അതിൻ്റെ സമ്പ്രദായം. എന്താണത്? ഇതൊന്നും അല്ല. നീ ദേവോപാധിയിലാണോ സത്യം മനസ്സിലാക്കുന്നത്? ഇതല്ല സത്യം. ഈ നാമരൂപാത്മകമായ സകലവും പൂജിച്ച് ഒഴിവാക്കാനുള്ളതാ, വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. എന്നാൽ ആ മുഖമൊക്കെ ആയിട്ട് ചവിട്ടി പോക്കണതേ എന്തൊരു മനോഹര ചിത്രമായിരിക്കും. വേണ്ടത്ര ലോകത്തിൽ പ്രചരിതമല്ലാത്ത ഒരു കലാരൂപമാണിത്. വേണ്ടത്ര ഒരു ബഹുമാനിക്കപ്പെട്ടിട്ടില്ലാത്ത കലാരൂപമാണ്. അത്ഭുതമാണ്, മഹാത്ഭുതം. അപ്പം പറഞ്ഞതിൻ്റെ താല്പര്യം, ദേവാദിയോനിയിൽ നീ സത്യത്തെ മനസ്സിലാക്കി പറഞ്ഞാലും അത് പൂർണ്ണമല്ല. കാരണം അത് നാമരൂപയുക്തത അവിടെയുണ്ട്. വിദിത അവിദിതാഭ്യാം നിവർത്തിയോ. അതുകൊണ്ട് വിദിതത്തിൽ നിന്നും അവിദിതത്തിൽ നിന്നും ശിഷ്യബുദ്ധിയെ നിവർത്തിപ്പിച്ച്, പിന്തിരിപ്പിച്ച്, ശിഷ്യസ്യ ബുദ്ധിം, ശിഷ്യൻ്റെ ബുദ്ധിയെ പിന്തിരിപ്പിച്ച്, സ്വാത്മനി അവസ്ഥാപ്യ, തന്നിൽ തന്നെ ഉറപ്പിക്കുകയാണ്. തന്നുള്ളിൽ ഉറപ്പിച്ച്. അല്ലെങ്കിൽ ഉപാസ്യദേവതയിൽ മാത്രം കൂടി ദേവതോപാസന വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ തലത്തിലെത്തുമ്പോൾ അതിനെയൊക്കെ അതിക്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദേവതയിലായി പോവും. നീ തന്നെയാണ് ബ്രഹ്മം. ഏതുപോലെ ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഗീതയുടെ സിദ്ധാന്തം ഏതാണെന്ന് മനസ്സിലാക്കാൻ, ഗീതയുടെ സിദ്ധാന്തമല്ല, വ്യാഖ്യാതാവിൻ്റെ സിദ്ധാന്തം ഏതാണെന്ന് മനസ്സിലാക്കാൻ ഗീതയിലെ ഈ ശ്ലോകമാണ് വേണ്ടതെന്ന്. അത് പഠിച്ചു വയ്ക്കാൻ മതി, വായിച്ചു വയ്ക്കാൻ മനസ്സിലാവേണ്ട സിദ്ധാന്തം എന്താണ്. ദ്വൈതിയാണോ, വിശിഷ്ടദ്വൈതിയാണോ, അദ്വൈതിയാണോ, എന്ത് പക്ഷക്കാരനാണെന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ വ്യക്തമായി ബ്രഹ്മണ അഹം പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രത്യേകാത്മബോധമാണ് ബ്രഹ്മത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ കൊല്ലാനുള്ള ദേഷ്യമാണ് ഉണ്ടാവുക ആർക്ക്? ദ്വൈതം മാത്രം സത്യം എന്ന് വിചാരിക്കണവർക്ക്. ഉദാഹരണം, ഇസ്കോണിൻ്റെ ചിന്താപദ്ധതിയിലൊക്കെ നമ്മൾ ഇസ്കോണിൻ്റെ പ്രവർത്തനത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്. പ്രവർത്തനത്തെ, ആശയത്തെ അല്ല, ആശയത്തെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. കാരണം വ്യത്യസ്ത ചിന്താഗതികൾ ചേർന്ന, വ്യത്യസ്ത പുഷ്പങ്ങൾ ചേർന്ന ഉദ്യാനം പോലെ മനോഹരമായി സനാതനധർമ്മം നിലനിൽക്കണമെങ്കിൽ വൈവിധ്യപൂർണങ്ങളായ ചിന്താഗതികൾ വേണം. ദ്വൈതം വേണം അവിടെ. അദ്വൈതം മാത്രമൊന്നും പോരാ. വിശിഷ്ടദ്വൈതം വേണം അവിടെ. ശൈവം വേണം, വൈഷ്ണവം വേണം, ശാക്തേയം വേണം, എല്ലാം വേണം. എല്ലാം ചേരുമ്പോഴേ ഹിന്ദുധർമ്മമുള്ളൂ. പക്ഷെ അതിന് പരസ്പര ആദരവ് വേണം. പക്ഷെ അവർ തെറി പറയും, അദ്വൈതികളെ, സന്യാസിമാരെ തെറി പറയും. കാരണം അവിടെ അർത്ഥം എന്താ വെച്ചാൽ ശ്രീകൃഷ്ണൻ, വിഷ്ണു പോലുമല്ല, ശ്രീകൃഷ്ണനാണ് ഏറ്റവും ഉപരി. വിഷ്ണുവിന് മുകളിൽ കൃഷ്ണനാണ്. വിഷ്ണുവൊക്കെ വൈകുണ്ഠത്തിലൊക്കെ, മറ്റേ ഗോലോകത്തിലാണ്. ഗോലോകത്തിൽ രാധാസമേതനായ കൃഷ്ണനാണ് ഏറ്റവും പരമമായത്. ആ കൃഷ്ണനിലാണ് ബ്രഹ്മം കുടികൊള്ളുന്നത്. അപ്പോൾ ബ്രഹ്മം പോലും എവിടെയാണ് കുടികൊള്ളുന്നത്? കൃഷ്ണനിലാണ്. ആധാരമാണോ ആധേയമാണോ വലുത്? ആധാരമാണല്ലോ വലുത്. അപ്പോൾ ബ്രഹ്മമാണോ വലുത്, കൃഷ്ണനാണോ വലുത്? കൃഷ്ണനാണ്.